ഇന്ന് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് നോക്കാം അല്ലേ. ദ ടേം കോസ്റ്റ് സിംപ്ലി മീൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് മീൻ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് ഇൻക്വേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിന് നമുക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ മണി എക്സ്പെൻസ് ഇൻക്വേർഡ് ബൈ എ ഫേം ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി. അതായത് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഫേമിന് വന്നിട്ടുള്ള എല്ലാ മണി എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, thus it include all expense from the time the raw material are brought till the finished product reach the wholesalers. അതായത് ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ബൈ ചെയ്തിട്ട്, അതായത് നമ്മൾ വാങ്ങുന്നത് മുതൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് വരെ ഒരു ഫേമിന് ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസിനെയും നമുക്ക് എന്ത് മൊത്തത്തിൽ വിളിക്കാൻ പറ്റും? കോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇൻ ഷോർട്ട് എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആർ നോൺ ആസ് കോസ്റ്റ്. ആ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് നമുക്ക് എക്സ്പെൻസ് ഇൻക്വേർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് കോസ്റ്റ്. നമുക്ക് ഉണ്ടാവുന്ന ചിലവ്, ഒരു ബിസിനസ് ഫേമിന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങുന്നതിനും അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസിനെയും മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഓക്കെ, ഒരുപാട് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി കോസ്റ്റ്, റിയൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അക്കൗണ്ടിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ എക്കണോമിക് കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്, അതുപോലെ തന്നെ ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോസ്റ്റ്. അങ്ങനെ ഒരുപാട് കോസ്റ്റുകളെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, മണി കോസ്റ്റ്. എന്താണ് മണി കോസ്റ്റ്? Money cost means the total money expense incurred by a business firm on the various items entered into the production of particular product. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാരിയസ് ഐറ്റംസ് ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ മണി ആയിട്ടുള്ള എക്സ്പെൻസിനെയും നമ്മൾ എന്ത് വിളിക്കും? മണി എക്സ്പെൻസ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, മണി പേയ്മെൻറ്റ്സ് മെയ്ഡ് ഓൺ വേജ് ആൻഡ് സാലറി ടു വർക്കേഴ്സ് ആൻഡ് മാനേജിംഗ് സ്റ്റാഫ്, പേയ്മെൻറ്റ് ഫോർ റോ മെറ്റീരിയൽസ്, പർച്ചേസ്ഡ് എക്സ്പെൻസ് ഓൺ, അതായത് പവർ ആൻഡ് ലൈറ്റ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ആൾസോ പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ ദ പർച്ചേസ് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് വർക്കേഴ്സിന് സാലറി വേജസ് കൊടുക്കുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, മെഷീനറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് മണി കോസ്റ്റ് ആണ് അല്ലേ? മണി കോസ്റ്റ് ആണ്. സാലറി നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, വേജ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, കറണ്ട് ബില്ല് നമ്മൾ പണമായിട്ടാണ് അടയ്ക്കുക, അല്ലാതെ നമ്മൾ KCB പോയിട്ട് നമ്മുടെ വേറെ എന്തെങ്കിലും വസ്തു അല്ല കൊടുക്കുക അല്ലേ? ഒക്കെ അതാണ്. അപ്പോൾ പണപരമായിട്ട് നമുക്ക് ചിലവ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മണി കോസ്റ്റ് എന്ന് സിമ്പിളായിട്ട് നമ്മൾ വിളിക്കുക. റിയൽ കോസ്റ്റ്. വാട്ട് ഈസ് റിയൽ കോസ്റ്റ്? റിയൽ കോസ്റ്റ് ഈസ് എ സബ്ജക്റ്റീവ് കോസ്റ്റ് ആണ്. റിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് കോസ്റ്റ് ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ ചിലപ്പോൾ വാട്ട് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഈസ് റിയൽ കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റീവ് കോസ്റ്റ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, ദെൻ റിയൽ കോസ്റ്റ് ഈസ് എ സബ്ജക്റ്റീവ് കോസ്റ്റ് ആണ്. റിയൽ കോസ്റ്റ് മീൻസ് എ റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെ? റിയൽ കോസ്റ്റ് ഓഫ് എ
എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായുള്ള റിയൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഓൾസോ ഡിനോട്ട് ദ എഫേർട്ട് ഓഫ് വർക്കേഴ്സ് ആൻഡ് സാക്രിഫൈസ് ഓഫ് ഓണേഴ്സ് അണ്ടർഗോൺ ഇൻ പ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വർക്കേഴ്സിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ സാക്രിഫൈസും ഒക്കെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it is the amount of pain or unpressuredness or real human sacrifice incurred for production. It is എന്താ പറയുക, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതായത് റിയൽ കോസ്റ്റ് നമ്മൾ എന്ത് വിളിക്കും, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവൻ അപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഫോർഗോയിങ് ആൻഡ് ഗിവൻ അപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ആഡം സ്മിത്തിൻ്റെ ഒബ്സർവേഷനിൽ നമ്മൾ ഒന്നിനു വേണ്ടി നമ്മൾ വേറൊന്നും നഷ്ടപ്പെടുത്തുകയാണ് അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടീനെ ഒരു വ്യക്തി കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താണ്, വേറെ വ്യക്തിക്കാണ് അവിടെ അവസരം നഷ്ടമാവുന്നത് ആ കുട്ടീനെ കല്യാണം കഴിക്കാനുള്ളത്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്താണ് PSC റാങ്ക്. ഇപ്പോൾ നമുക്ക് PSC എക്സാം എഴുതി കഴിഞ്ഞു, എനിക്ക് 2 എന്താണ് എക്സാമിൽ റാങ്ക് ഉണ്ട്. അറ്റൻഡ് ചെയ്ത് 2 എക്സാമിൽ എന്താണ് ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ അറ്റൻഡ് ചെയ്തിട്ടുള്ള 2 PSC എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ 2ലും അദ്ദേഹം റാങ്ക് ലിസ്റ്റിലുണ്ട്. അദ്ദേഹത്തിനോട് 2 ജോലിക്കും അറ്റ് എ ടൈമിൽ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ആ വ്യക്തിക്ക് എന്തായില്ല, അറ്റ് എ ടൈമിൽ ഒന്നിന് മാത്രമേ, ഒരു ജോബിന് മാത്രമേ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, വേറൊരു വ്യക്തിയുടെ അവസരമാണ് ആ ഒരു വ്യക്തി കാരണം നഷ്ടമായത് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫിലിം ആക്ട്രസ് ആണെങ്കിൽ ആ ഒരു ഫിലിം ആക്ട്രസിന് എന്താണ് അഭിനയിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ മോഡലിങ്ങിന് പോവാം. പക്ഷെ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് അഭിനയം മാത്രമേ അറ്റ് എ ടൈമിൽ നടത്താൻ പറ്റുള്ളൂ, മോഡലിംഗ് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യും അല്ലെ, ഏതാണോ നല്ലത്. ഇപ്പോൾ ജോലിയാണെങ്കിൽ ഏത് ജോലിയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി തരുന്നത്, നമ്മൾ ഏത് ജോലിയിലാണോ സാറ്റിസ്ഫൈഡ് ആവുന്നത്, അങ്ങനെ നമ്മൾ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യും അല്ലെ. ആ ബെസ്റ്റ് വണ്ണിനെ കൂട്ടി നമ്മൾ പോവുക. അത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞെന്താണ്, ഇറ്റ് ഈസ് എന്താണ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ആഡം സ്മിത്ത് വളരെ സിമ്പിളായിട്ട് എന്താണ് എക്സാമ്പിൾ സഹിതം നമുക്ക് എന്താണ് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, ഇനി സങ്ക് കോസ്റ്റ്. എന്താണ് സങ്ക് കോസ്റ്റ് നമുക്ക് നോക്കാം. Sunk costs are those which have already been incurred and which cannot be changed by any decision made on or in the future. അതായത് ഓൾറെഡി ഇൻവേർഡ് ചെയ്യുന്നതാണ്, അതിനൊരു ചേഞ്ച് വരില്ല. എന്ത് ഡിസിഷൻ വന്നാലും ആ ഒരു കോസ്റ്റ് ഒരു ചേഞ്ച് വരില്ല ഫ്യൂച്ചറിൽ. അത് ഓൾറെഡി എന്താണ് ഇൻവേർഡ് ചെയ്ത കോസ്റ്റ് ആണ്. These are the costs that cannot be recovered after incurring. അതായത് ആഫ്റ്റർ ഇൻകറിങ്ങിന് ശേഷം അത് നമുക്ക് ഒരിക്കലും എന്താണ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. These are past or historical cost. സങ്ക് കോസ്റ്റ് ആണ് പാസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമുക്കതെന്താണ് റിക്കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ, അത് ഓൾറെഡി ഇൻവേർഡ് ആണ്, ഫ്യൂച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ സങ്ക് കോസ്റ്റ് വിളിക്കുന്ന വേറെ പേരെന്താണ്, പാസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഇൻവേർഡ് ഇൻ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ്. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് വന്ന ചിലവില്ലേ, അതാണ് എന്ത് സങ്ക് കോസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്? ദീസ് ആർ അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി. നേച്ചർ ഓഫ് ആക്ടിവിറ്റീൻ്റെ ചേഞ്ച് മൂലം നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ആക്ടിവിറ്റീസിൻ്റെ കാരണത്താൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റ്. What is differential cost? It refers to change in cost due to change in level of activity or pattern of production or method of production. Pattern of production അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മൂലം വരുന്ന എന്താണ് കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് എന്ന കോസ്റ്റ് എന്ന് വിളിക്കുക അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ മെത്തേഡ്, എന്തിനു വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം എന്താണ് കോസ്റ്റ് ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്.
Explicit costs are those costs which are actually paid in cash and നമ്മൾ actually paid ഉണ്ടായിരിക്കും. These are payment made in cash to others. എന്താണ് നമ്മൾ ഓൾറെഡി ആക്ച്വലി പെയ്ഡ്, നമ്മളെന്താണ് ആക്ച്വലി പെയ്ഡ് ചെയ്തിട്ടുണ്ടാവും ക്യാഷ് രൂപത്തിൽ. ദീസ് ആർ പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ് ടു അതേഴ്സ്. ഔട്ട്സൈഡേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ക്യാഷ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ ദൂസ് കോസ്റ്റ് വിച്ച് ആർ നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ് ടു എനിവൺ. അതായത് ഒരിക്കലും ക്യാഷ് ആയിട്ട് നമ്മൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല, ക്യാഷ് ആയിട്ട് നമുക്ക് ആർക്കും പേയ്മെന്റ് നടത്തിയിട്ടില്ല. ദീസ് ആർ നോട്ട് ആക്ച്വലി ഇൻവേർഡ്. പക്ഷെ ഇതെന്താണ് ആക്ച്വലി ഇൻവേർഡ് അല്ല, ബട്ട് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. പക്ഷെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് എന്ത് ചെയ്യും, ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ആർക്കും കൊടുത്തിട്ടില്ല. These are the costs which the entrepreneurs pay to himself. ഈ ഓൺട്രപ്രണേഴ്സ് സ്വന്തമായിട്ട് പേ ചെയ്യുന്ന എന്താണ് കോസ്റ്റുകളാണ് ഏത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഓൺട്രപ്രണേഴ്സ് സ്വയം പേ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, റെന്റ് ചാർജ്ഡ് ഓൺ ഓൺഡ് പ്രമിസീസ്, വേജ് ഓഫ് ഓൺട്രപ്രണർ, ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ ഒക്കെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് പറയാം. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഒക്കെ നമുക്ക് സെൽഫായിട്ട്, ഓക്കെ, നമ്മൾക്ക് തന്നെ നമ്മുടെ ക്യാപിറ്റലിന് മോഡ് ഇൻട്രസ്റ്റ് കിട്ടുക, നമ്മൾ റെൻറ്റ് കൊടുക്കുക, നമ്മൾ ഒരു ഓൺട്രപ്രണറിൻ്റെ വേജ് കൊടുക്കുക, അത് സ്വന്തമായിട്ട് സെൽഫായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് അക്കൗണ്ടിങ് കോസ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് കോസ്റ്റ്? represent all such expenditure which are incurred by a firm on factor production. ഒരു ഫേമിൻ്റെ ഫാക്ടർ പ്രൊഡക്ഷന് ചിലവായിട്ട് ഒരു കമ്പനി വഹിച്ച എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. Thus cost are explicit cost. അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, നിങ്ങൾ അത് നോട്ട് ചെയ്യണം. അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് appearing on debit side of trading and profit and loss account of a represent an accounting cost. അതായത് എന്താണ്, എല്ലാ ഐറ്റം ഓഫ് എക്സ്പെൻസും നമ്മൾ ട്രേഡ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് കോസ്റ്റ് ഓൾസോ നോൺ ആസ് ഹാർഡ് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് അതായത് മറ്റത് അക്കൗണ്ടിങ് കോസ്റ്റ് ആ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കോസ്റ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹാർഡ് കോസ്റ്റ്. HARD കോസ്റ്റ്, ഹാർഡ് കോസ്റ്റ് എന്ന് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് കോസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എക്കണോമിക് കോസ്റ്റ്. എന്താണ്? എക്കണോമിസ്റ്റ് are of the view that is estimation of cost of production, not only the payment for factor of production. ഇതൊരു എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അല്ലാതെ എന്താണ് നോട്ട് ഓൺലി ദ പേയ്മെന്റ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ല, അതൊരു ജസ്റ്റ് എസ്റ്റിമേഷൻ ആണ്. ബട്ട് ഓൾസോ ദ പേയ്മെന്റ് ഫോർ സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് സാലറി നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് കോസ്റ്റുമായി തന്നെ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് പോലെ തന്നെ ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്ന സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മൾ സ്വന്തം ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെയാണ് വരുന്നത്. എക്കണോമിക് കോസ്റ്റ് റെഫേഴ്സ് ടു ടോട്ടൽ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് കോസ്റ്റ് ഈസ് ടോട്ടൽ ഓഫ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൻ്റെയും എന്ന ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്കണോമിക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് cost will be incurred not only by the owners of business but also by the society. ഓക്കെ, എന്താണ് സൊസൈറ്റി മാത്രമല്ല, ഓണേഴ്സ്, പിന്നെ ആരാണ്, ആ ഒരു സൊസൈറ്റിയും കൂടെ എന്ത് വഹിക്കുന്നുണ്ട്, കോസ്റ്റ് വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സൊസൈറ്റി കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ് സോഷ്യൽ കോസ്റ്റ് ഓഫ്
പ്രൊഡക്ഷന്, അതായത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായി പ്രൊഡക്ഷന് ആവശ്യമായ റിസോഴ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? സൊസൈറ്റിയിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സൊസൈറ്റി നമ്മൾ എന്താണ് സോഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോഷ്യൽ കോസ്റ്റ് ഇൻക്ലൂഡ് നോട്ട് ഓൾ ദ cost borne by owners of a business but also cost passed to a society. Repeated ഞാൻ നമ്മൾ പറഞ്ഞത്. For example, production of certain commodity, chemicals, rubber, petroleum, steel, etc. causes environmental pollution. എന്താണ് environmental pollution ഉണ്ടാക്കുന്നുണ്ട്? Pollution caused while producing a commodity imposes a social cost those residents who suffer ill health. Okay, some industries leave waste which adjoining area have to bear a cost that is not borne by the firm but is incurred by other societies called external cost. അതായത് നമ്മളെന്താ വെച്ചെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ പല ഇൻഡസ്ട്രീസ് എന്താണ് പൊല്യൂഷൻ അവരുടെ വേസ്റ്റ് ഒക്കെ നമ്മൾ സൊസൈറ്റിയിലേക്ക് തള്ളിയിട്ട് അതുപോലെ തന്നെ ഈ കെമിക്കൽസും പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതാക്കുമ്പോൾ എന്താണ് നമ്മൾ സൊസൈറ്റിയിലുള്ള വ്യക്തികൾക്ക് എന്താണ് അവരുടെ ആരോഗ്യം ഒക്കെ കുറയാനൊക്കെ കാരണമാവുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് അതൊക്കെ അതുകൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് സോഷ്യൽ കോസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പറഞ്ഞത് എന്താണ് ഈ കോസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് borne by the firm but is incurred by other in the society is called external cost. അതായത് എന്താണ് ഒരു ഫേമിൽ നിന്ന് അല്ലാതെ പുറത്തു നിന്നും ഉണ്ടാവുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ കോസ്റ്റ് ഇൻക്ലൂഡ് external cost and private cost because firm are also part of society. അപ്പോൾ എന്താണ് കോസ്റ്റ് സോഷ്യൽ കോസ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ കോസ്റ്റ് ആയിട്ടും ഇന്റേണൽ കോസ്റ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഫേംസ് ആർ എന്താണ് ഓൾസോ എ പാർട്ട് ഓഫ് സൊസൈറ്റി. ഫേം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ദ സോഷ്യൽ കോസ്റ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സൊസൈറ്റി ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. എന്താണ് ഒരു കമ്മോഡിറ്റി അതായത് ഒരു കമ്മോഡിറ്റി പ്രൊഡക്ഷന് ആവശ്യമായുള്ള ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കോസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നോളേജ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇൻ സഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സ്. അതായത് നമ്മുടെ ഈ സൊസൈറ്റീന് സോഷ്യൽ കോസ്റ്റിനെ കുറിച്ചുള്ള നോളേജും അതുപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റും എന്താണ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? നമ്മൾ റിസോഴ്സ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ നോളേജും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ബെനിഫിറ്റും ഒക്കെ അറിയുന്നത് എന്താണ് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് നമുക്ക് എന്ത് കോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും? ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് നമുക്ക് സോഷ്യൽ കോസ്റ്റിനെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ കോസ്റ്റ് എക്സ്റ്റേണൽ കോസ്റ്റും ഉണ്ട് അതുപോലെ പ്രൈവറ്റ് കോസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ കോസ്റ്റ് എന്താണെന്ന് നോക്കി. ഇനി വാട്ട് ഈസ് പ്രൈവറ്റ് കോസ്റ്റ്? പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ പ്രൈവറ്റ് കോസ്റ്റ് എന്താണ്? പ്രൈവറ്റ് കോസ്റ്റ് ആർ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ എ ഫേം ഇൻ പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി സർവീസ്. എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഫേം അല്ല പുറത്തു നിന്ന് ഉണ്ടാകുന്ന കോസ്റ്റാണ്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേം അവർ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് വരുന്ന കോസ്റ്റിനെയാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓൾ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻക്വേർഡ് ബൈ എ ഫേം ഓർ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൈവറ്റ് കോസ്റ്റ്. അതായത് എന്താണ് പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഫേമോ ഇൻക്വയർ ചെയ്യുന്ന ആക്ച്വൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രൈവറ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതായത് പ്രൈവറ്റ് കോസ്റ്റ് നമ്മൾ പറയുക പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും ഇൻക്വയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട് പ്രൈവറ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻക്വയർഡ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഓർ ഫേം പ്രൊഡ്യൂസ് ഓർ കൺസ്യൂം സംതിങ്. അതായത് ഒരു ഫേമോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നതിൽ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്
എന്താണ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് നോക്കാം. Fixed cost are those costs which do not change in the volume of production. എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ച് വരുന്നില്ല, അത് ഫിക്സഡ് ആയിരിക്കും. ദീസ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് അപ് ടു സർട്ടൻ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് സർട്ടൻ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെ എന്താണ് ഇത്തരത്തിലുള്ള എന്താണ് കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഈവൻ ഇഫ് ദ പ്രൊഡക്ഷൻ ഈസ് സീറോ, അതായത് പ്രൊഡക്ഷൻ എന്താണ് സീറോ ആണെങ്കിൽ എ ഫേം വിൽ ഹാവ് ടു ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ആ ഫേം അവരുടെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവും. എക്സാമ്പിൾസ് ആർ റെന്റ്, ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, സാലറി ഒക്കെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് അല്ലേ ആ ഫിക്സഡ് കോസ്റ്റിന്? ആ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഫിക്സഡ് കോസ്റ്റ് are also called supplementary cost, capacity cost, period cost or overhead cost. ഫിക്സ്ഡ് കോസ്റ്റിന് ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സാലറി അല്ലേ, ഇപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡ് 1 ഇയറിൽ നമുക്ക് എന്തായിരിക്കും ഒരു ഫിക്സഡ് പീരീഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് എന്തെങ്കിലും മാറ്റം വരിക അല്ലേ. എന്നാൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ടൈം വരെ പീരീഡ് വരെ എന്തായിരിക്കും ആ ഒരു ഫിക്സഡ് സാലറിൻ്റെ ആയിരിക്കും വർക്കേഴ്സിന് കിട്ടുക. അതുതന്നെയാണ് ആ കോൺസെപ്റ്റിനെയാണ് ഇവിടെയും പറയുന്നത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിലുള്ള ഫിക്സഡ് കോസ്റ്റ് ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് വിത്ത് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അതായത് എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് വിത്ത് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന കോസ്റ്റാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അത് എപ്പോഴാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷന് ചേഞ്ച് വരുമ്പോൾ ഇത് ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇഫ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വിൽ ഡിക്രീസ്. അതായത് എന്താണ് നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷന് ഇൻക്രീസ് ആവുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ് കുറയാണ് അവിടെ ചെയ്യുന്നത്. ഇഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവും എപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവും. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് ഡിക്രീസ് ആവുക? ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷന് കൂടുമ്പോൾ ആവറേജ് ഓഫ് കോസ്റ്റ് എന്താണ് കൂടും. ഇതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു. ഓക്കെ, അതാണ് ഇവിടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റിനെ കാര്യം പറയുന്നത്. There is an inverse relation between fixed cost and quantity of production. അതായത് ഫിക്സഡ് കോസ്റ്റും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ തമ്മിൽ എന്ത് റിലേഷൻ ആണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. കാരണം എന്താണ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കിട്ടുക? അതായത് എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. ഓക്കെ, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോഴാണ് നമുക്ക് എന്താണ് പറയുക ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുള്ളൂ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം അല്ലേ. ആ ഒരു കർവ് നമുക്ക് ഗ്രാഫ് രൂപത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആവറേജ് കോസ്റ്റ് കാണേണ്ട ഇക്വേഷൻ നമുക്കൊന്നും കൂടെ നോക്കാം. ടോട്ടൽ എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. ഓക്കെ, ടോട്ടൽ ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, ഇനി ഇതാണ് എന്താണ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഫസ്റ്റ് കാണുന്നതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, സെക്കൻഡ് വൺ എന്താണ് ആവറേജ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ് അല്ലേ, ഗ്രാഫ് 1A നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ് അല്ലേ. എന്താണ് OX ആക്സിസിൽ ഹൊറിസോണ്ടൽ കർവാണ്. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിനി എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നോക്കുമ്പോൾ എന്താണ്
എന്താ പറയുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ലെഫ്റ്റ് ടു റൈറ്റിക്ക് സ്ലോപ്പ് ചെയ്യാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് സ്ലോപ്പ് ചെയ്തു. കാരണം എന്താണ് ഇവിടെ പറയുന്നത്, ഔട്ട്പുട്ട് ഇൻക്രീസ് ആകുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് ആവുന്നുണ്ട്, ഔട്ട്പുട്ട് ഡിക്രീസ് ആകുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് എന്താണ് ഡൗൺവേർഡ് ആവാനുള്ള കാരണം എന്താണ്, കർവ് സ്ലോപ്പ് ആവാൻ, അതായത് സ്ലോപ്പ് ലെഫ്റ്റ് ടു റൈറ്റ് ആവാൻ കാരണം എന്താണ്, ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആയപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്തായി, ഡിക്രീസ് ആയി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെയും ഗ്രാഫിൽ വരുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ കോസ്റ്റ് യാതൊരു ചേഞ്ച് വരാത്തതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരുന്നത്, ഓ ആക്സിസിൻ്റെ അതിൽ ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരുന്നത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് അല്ലേ, ലെഫ്റ്റ് ടു റൈറ്റിക്ക് വന്നു. കാരണം എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റിക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞത്, ഔട്ട്പുട്ട് ഇൻക്രീസ് ആയി, അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഡിക്രീസ് ആയി. നമ്മൾ ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത കോസ്റ്റ് ആണ് വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും വാരിയബിൾ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് വാരിയബിൾ കോസ്റ്റ്? വാരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി ഓർ ചേഞ്ച് അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓർ ഔട്ട്പുട്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൻ്റെയും പ്രൊഡക്ഷൻ്റെയും അനുസരിച്ചിട്ട് എന്താണ് കോസ്റ്റിൽ വരുന്ന ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ്, അത് കോസ്റ്റ് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. വെൻ ദ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുമ്പോൾ വാരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസ്. മറ്റത് എന്തായിരുന്നു, ഫിക്സഡ് കോസ്റ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു, ഇത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. കാരണം ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുമ്പോൾ വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നു, വെൻ ഔട്ട്പുട്ട് ഡിക്രീസ് വാരിയബിൾ കോസ്റ്റ് ഓൾസോ ഡിക്രീസ്. അപ്പോൾ എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ. എന്താണ്, there is direct relation between variable cost and volume of production. ഇവിടെ എന്താണ്, വാരിയബിൾ കോസ്റ്റും വോളിയം ഓഫ് പ്രൊഡക്ഷനും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതാണ് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അപ്പോൾ അതെന്താണ്, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ. മറ്റേതെന്തായിരുന്നു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലേ. എക്സാമ്പിൾ മെറ്റീരിയൽസ്, വേജ്, പവർ, സ്റ്റോർസ് എക്സെട്ര, അതൊക്കെ തന്നെയാണ്. വാരിയബിൾ കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ് ഓർ ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ വാരിയബിൾ കോസ്റ്റിന് വിളിക്കുന്ന വേറെ പേരുകൾ ഏതൊക്കെയാണ്, പ്രൈം കോസ്റ്റ് ഓർ എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ്. പ്രൈം ഓർ വാരിയബിൾ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസ്. ഒക്കെ ഡയറക്റ്റ് ആണ് അല്ലേ. എന്താണ് പ്രൈം കോസ്റ്റില്ലെങ്കിൽ, പ്രൈം കോസ്റ്റ് ഓർ വാരിയബിൾ കോസ്റ്റ് എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെയാണ് ഡയറക്റ്റ് ഓർ പ്രൈം കോസ്റ്റ് വാരിയബിൾ ഓർ പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണ്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. റിമെയിൻ കോൺസ്റ്റന്റ് വെൻ ഔട്ട്പുട്ട് ചേഞ്ച്, അതായത് ഔട്ട്പുട്ട് ചേഞ്ച് ആവുമ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റ് കാണുക എങ്ങനെയാണ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കിട്ടുന്നതാണ്. നമുക്ക് ഗ്രാഫ് നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്രാഫ് 2A കണ്ട മനസ്സിലാവും. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കർവ് റൈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിന് റൈറ്റിക്ക് അത് ഇൻക്രീസ് ആയി. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഇൻക്രീസ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ്, ആൻഡ് വെൻ ഔട്ട്പുട്ട് ഡിക്രീസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിക്രീസ്. ഇവിടെ ഇൻക്രീസ് ആയി, കാരണം എന്താണ്, ഔട്ട്പുട്ട് കൂടിയപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കൂടി. അതാണ് ഇവിടെ എന്താണ് ലെഫ്റ്റ് ടു റൈറ്റിക്ക് അത് ഇൻക്രീസ് ആയത്. ഇനി നമുക്ക് ബി നോക്കാം. 2B എന്താ പറയുന്നത്, ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവ് ഈസ് ഹൊറിസോണ്ടൽ ടു OS ആക്സിസ്. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുമ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് പിക്ചറിൽ എന്താണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണ് ഹൊറിസോണ്ടൽ ലൈനിൽ കോൺസ്റ്റന്റ് ആയിട്ട് വന്നത് OS ആക്സിസിൽ. ഓക്കെ, അത് ഇൻ ഷോർട്ട് റൺ ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റെസ്പെക്റ്റീവ്ലി ഓഫ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഷോർട്ട് റണ്ണിൽ എപ്പോഴും ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ. ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഡസ് നോട്ട് ഇൻക്രീസ് പ്രൊപ്പോർഷണേറ്റ്
ആസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസ്. അതായത് പിന്നെ വേറെ എന്താ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്ന അതേ പ്രപ്പോർഷനിൽ ഒരിക്കലും ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താവില്ല, ഷോർട്ട് റണ്ണിൽ ഇൻക്രീസ് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെൻസ് ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവ് വിൽ യു ഷേപ്പ്. നമുക്ക് 2C നെക്സ്റ്റ് എന്താണ് ഗ്രാഫ് നോക്കൂ, ഒരു യു ഷേപ്പിൽ കാണുന്നില്ലേ, അതായത് പിക്ചർ സിയിൽ നോക്കൂ, ഒരു യു ഷേപ്പിൽ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഇൻ ദ ലോങ് റണ്ണിൽ നിങ്ങൾ കാണുന്നില്ലേ. എന്താണ് ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ആസ് ഔട്ട്പുട്ട് ഡിക്രീസ് അപ് ടു ഒപ്റ്റിമം കപ്പാസിറ്റി ഓഫ് ദ ഫേം. എന്താണ് ഇവിടെ ഔട്ട്പുട്ട് കുറഞ്ഞപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റ് കുറഞ്ഞു, അതാണ് യു ഷേപ്പിൽ വന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ഓർ ഡിക്രീസിങ് ടോട്ടൽ കോസ്റ്റ്. ഇതെന്താണ്, ഒന്നല്ലെങ്കിൽ റിട്ടേൺ ഇൻക്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കാം, കുറഞ്ഞത് കൊണ്ടായിരിക്കാം. After the optimum point, it reached the average variable cost will being rise due to decreasing return or increasing cost. ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എന്താണ് കുറയുകയും കോസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. ഓക്കെ, ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് വിൽ യു ഷേപ്പ്. ലോങ് റണ്ണിൽ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണ്, എപ്പോഴും യു ഷേപ്പിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഫിക്സഡ് വാരിയബിൾ കോസ്റ്റും ആവറേജ് വാരിയബിൾ കോസ്റ്റും നമ്മൾ ഗ്രാഫ് സഹിതം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? incurred on the fixed factor of production like machinery building. ഓക്കെ, അതിനാണ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എന്താണ്? incurred on variable factor of production like labor, raw materials etc. പിന്നെ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. എന്താണ് ചേഞ്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. മറ്റേ ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും നമ്മുടെ എന്താണ് ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം വരുന്നില്ല, പക്ഷെ വാരിയബിൾ കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ട്. കനോട്ട് ബി ചേഞ്ച് ഡ്യൂറിങ് ഷോർട്ട് റണ്ണിൽ. ഫിക്സഡ് കോസ്റ്റ് ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാരിയബിൾ കോസ്റ്റ് എന്താണ് ഷോർട്ട് റണ്ണിലും എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നെവർ ബിക്കം സീറോ. ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും സീറോ ആവില്ല. ഈവൻ വെൻ പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്പ്ഡ്, അതായത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും സീറോ ആയിരിക്കില്ല. പക്ഷേ വാരിയബിൾ കോസ്റ്റ് എന്താണ് സീറോ ആയിരിക്കും. ഓക്കെ, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഈവൻ വെൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ്ഡ് എന്നാണ് പറഞ്ഞത്. അത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്താണ് സീറോ ആയിരിക്കില്ല. പക്ഷേ വാരിയബിൾ കോസ്റ്റ് എന്താണ് ബിക്കം സീറോ വെൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ്. പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞാൽ വാരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ക്ലാസ് വാച്ച് ചെയ്യണം. താങ്ക് യു.